ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ചെറിയൊരു കേക്ക് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ഒരു സാധാരണ ദിവസത്തെ കേക്ക് വ്ളോഗാണ് കേട്ടോ ഞാനിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോവാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യണത് ഫ്രൈഡേ ആണ്. മോനക്ക് സാധാരണ ദിവസത്തെക്കാളും കുറച്ച് നേരത്തെ അന്നത്തെ ദിവസം പോകണം. അതുകൊണ്ട് ബസ് നേരത്തെ വരും കേട്ടോ. അപ്പോൾ അവനക്ക് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കൊണ്ടുപോകാൻ ലഞ്ചുണ്ട്. ലഞ്ചിൻ്റെ ജോലിയും അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടതൊക്കെ ഇവിടെ റെഡി ആവണുണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചായ കുടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇവിടെ കേക്കിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് തീം പ്രത്യേകിച്ച് ഒരു തീമൊന്നും കസ്റ്റമർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഒരു തീമിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഞാനിത് ക്രം കോട്ടിങ് തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുള്ള കേക്കാണ്. ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്യണം. അപ്പോൾ നോർമലി നമ്മൾ ക്രീം കളറൊന്നും മിക്സ് ചെയ്യാത്ത ക്രീം വെച്ചിട്ട് ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കോട്ടിങ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതിൽ ഒരു റെയിൻബോ തീമിലാണ് കേക്കിനെ ചെയ്യണം കേട്ടോ. അത് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് തന്നെയാണ്. നമ്മളിതിൽ ഫോണ്ടൻറ്റ് വർക്കൊന്നും ചെയ്യണില്ല. അപ്പോൾ നോസിൽ ഇല്ലാതെ പൈപ്പിംഗ് ബാഗ് ചെറിയൊരു ഹോളാക്കിയിട്ട് ഒരു ആർച്ച് പോലെ റെയിൻബോ പോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അത് മിക്സ്ഡ് കളേഴ്സ് വെച്ചിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് യെല്ലോ കളർ വെച്ച് ചെയ്തു, എന്നിട്ട് പിന്നെ അടുത്ത കളർ വയ്ക്കുക. അങ്ങനെ ഒരു റെയിൻബോ ആക്കി എടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ റെയിൻബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ക്ലൗഡിൻ്റെ ഡിസൈനും കൂടി ഈ റെയിൻബോൻ്റെ താഴെ ഭാഗത്തായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ പൈപ്പിംഗ് ബാഗ് ചെറിയൊരു ഹോളാക്കിയിട്ട് വൈറ്റിനോ കളറൊന്നും മിക്സ് ചെയ്യാത്ത ക്രീം എടുത്തിട്ട് ഒരു ക്ലൗഡ് പോലെ ഇങ്ങനെ ഡോട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു ക്ലൗഡിൻ്റെ ലുക്കായിട്ട് കിട്ടും. അങ്ങനെ ഈ ഒരു എല്ലാ റെയിൻബോൻ്റെ താഴെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ കൊടുക്കണം. അപ്പോൾ ഇതുപോലത്തെ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഓപ്പൺ സ്റ്റാർ നോസിലാണ് കേട്ടത്. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് വലിയൊരു നോസിലാണ്, അതുകൊണ്ട് തന്നെ വലിയ ഡിസൈനാണ് കേട്ടോ അതിൽ വരിക. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോർഡറായിട്ട് കൊടുക്കുന്നുണ്ട് മുകൾ ഭാഗത്തായിട്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഓരോ ഗ്യാപ്പ് വന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുകയാണ്. അതൊരു ഹാർട്ട് പോലെയാണ് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ക്രീം ബാക്കിയുള്ളതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്, ഗോൾഡൻ കളറിലുള്ള കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് ഉണ്ട്. അതിലേക്ക് വേണ്ട ഡോണറ്റ് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് ഒരു സെറ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോണറ്റിന് ഞാനിവിടെ ഡോ ഒക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒന്ന് പൊന്തി വന്നതിൻ്റെ ശേഷം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. പിന്നെ വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡോണറ്റിൻ്റെ കൂടെയുള്ള കേക്കാണ് കേട്ടോ. ഇത് ചോക്ലേറ്റ് കേക്കാണ്. 2 kg ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഗണേഷ് വെച്ചിട്ട് ഡ്രിപ്പാക്കി കൊടുക്കുക. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് 10 ഇഞ്ച് സൈസിലാണ് ഞാൻ ഈ ഒരു കേക്കിനെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടുള്ള ഗണേഷാണ് ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നൈഫ് വെച്ചിട്ടുള്ള ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്, ഡ്രിപ്പാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കസ്റ്റമർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക, വിപ്പിംഗ് ക്രീമിൽ തന്നെ വൈറ്റ് കളറിൽ പേര് എഴുതാനാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പേര് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ചെയ്തിട്ടുള്ള കേക്ക് ഞാനിവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബട്ടർഫ്ലൈനെ താഴെ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റിൻ്റെ കുറച്ച് മിക്സ്ഡ് കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റെയിൻബോ കേക്ക് റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കസ്റ്റമർ ആവശ്യപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വിപ്പിംഗ് ക്രീമിൽ തന്നെയുള്ള കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ബാക്കി വന്നിട്ടുള്ള കളർ മിക്സ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ചെയ്തിട്ട് ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ കേക്കിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതിയല്ലോ, അതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ഉച്ചക്കുള്ള ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലാണെന്ന്. അപ്പോൾ എൻ്റെ വീട്ടിലാകുമ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾക്കൊന്നും നോക്കാറില്ല കേട്ടോ. കേക്കിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് ഫ്രീ ടൈം ഉണ്ടാകുമ്പോൾ നല്ല റെസ്റ്റ് എടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ വീട്ടിൽ വരുമ്പോഴല്ലേ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഉമ്മ ഉണ്ട്, പിന്നെ വീട്ടിൽ ഒരു നാത്തൂനുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും തന്നെ ഫുഡൊക്കെ റെഡിയാക്കും.
വല്ലപ്പോഴും ഒരു മൂഡ് തോന്നുമ്പോൾ മാത്രമേ കുക്കിങ്ങിന് ഇറങ്ങാറുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും റിലാക്സ് ആവണ ആ ഒരു സമയത്താണ് ഞാനിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോണറ്റിൻ്റെ ഡോ ഒക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോണറ്റിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പി മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡൗട്ടുള്ളവർ ആ റെസിപ്പി കാണുക. ഇനി ഈ ഡോയിലേക്ക് കുറച്ച് ഫ്ലോറൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മോനക്ക് ഡോണറ്റ് എപ്പോൾ ഉണ്ടാക്കുമ്പോഴും എൻ്റെ 2 മക്കൾക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ഡോണറ്റ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവനക്ക് ചെറിയ ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു ബോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡോണറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെറിയ മോനാണത്. അപ്പോൾ അവനക്കതൊന്ന് റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യണ പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് തീരെ കട്ടില്ലാത്തൊരു പാത്രമാണ് കേട്ടോ. അതുപോലെ ചെറിയ ചട്ടി കണ്ടപ്പോൾ ചീനച്ചട്ടി കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ ഇത് തീരെ കട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്യണ സമയങ്ങളിലൊക്കെ ഇത് കറുത്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടിയൊക്കെ നമ്മൾ ഇതുപോലെയുള്ള ഐറ്റംസ് ഫ്രൈ ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്യുക. പിന്നെ ഞാൻ എളുപ്പത്തിന് ഈ ഒരു പാത്രം എടുത്തതാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും, ഓയിലൊക്കെ ചൂടായി കിട്ടും. പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടേ ഫ്രൈ ചെയ്യാൻ കഴിയുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടെ. തീരെ കട്ടില്ലാത്ത പാത്രമാണ്. പിന്നെ അത് ആ ഒരു കറുപ്പ് കളർ കണ്ട് ആ ഒരു ഇതിലേക്ക് വരും ഡോണറ്റിലൊക്കെ ഇട്ടാൽ. പെട്ടെന്ന് ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്, മുകൾ ഭാഗം ക്രിസ്പിയാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് പുറം ഭാഗം ക്രിസ്പിയാണ്. പിന്നെ അതുപോലെ ഉള്ളിൽ ഇതാ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പഞ്ഞി പോലെയുള്ള ഡോണറ്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇത് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഡോണറ്റിനെ ഇനി നമുക്കൊന്ന് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യണം. അപ്പോൾ ചോക്ലേറ്റ് കേക്കിന് സ്യൂട്ടായിട്ടുള്ള ഡോണറ്റാണ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചോക്ലേറ്റ് കളറിലാണ് ഡോണറ്റിനെ ചെയ്തെടുക്കുന്നത്. സാധാരണ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ഡോണറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ആ ഒരു കളറിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു കേക്കിന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ഡെക്കറേഷനും കൂടി കൊടുക്കാം. അപ്പോൾ 4 എണ്ണമാണ് നമുക്കിപ്പോൾ ഓർഡർ ഉള്ളത്. പിന്നെ ഞാൻ ബാക്കി 4 എണ്ണം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അവർക്ക് ഡോണറ്റ് നല്ല ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഡോണറ്റിൻ്റെ ഫൈനൽ വർക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത് വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ ഒരു മോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിലിക്കണിൻ്റെ വേറെ ചോക്ലേറ്റ് ഡെക്കറേഷനുള്ള മോൾഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കട്ടിയാക്കി എടുത്തു കഴിഞ്ഞാൽ വല്ലപ്പോഴും കേക്കിന് ഡെക്കറേഷനൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് ഡെക്കറേഷൻസ് ഒന്നും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ഡെക്കറേഷൻ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ എന്താ പറയുക സിക്കിൾസിനും പോപ്സിനൊക്കെ ബാക്കി വരുന്ന ചോക്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു സിൽക്കണിൻ്റെ മോൾഡ് തന്നെ കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള ഡെക്കറേഷൻസിന് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് ഒന്നും വെക്കണ്ട, വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം മിക്സ് ആക്കിയിട്ട് ഇതുപോലെ 2 കളറിലും ഒക്കെ നമുക്ക് ചെയ്യാം. ബ്ലാക്ക് ആയിട്ട് വൈറ്റ് ആയിട്ട്. ഇപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റും അതുപോലെ ഡാർക്ക് കോമ്പൗണ്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ളതും അങ്ങനെ ഒരു ഷെയ്ഡൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ചോക്ലേറ്റ് ഒഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടായിട്ട് ഈ ഒരു ഡെക്കറേഷനിൽ വരും കേട്ടോ. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെക്കറേഷന്. പിന്നെ അതുപോലെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. നേരത്തെ റെയിൻബോ കേക്കിൽ വെച്ചിട്ടുള്ള അതേപോലെ ഒരു ചോക്ലേറ്റ് ഡെക്കറേഷൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡോണറ്റ് 4 കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഫൈനൽ വർക്ക് വന്നിട്ടുള്ളത്, ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. കമൻറ്റായി ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാടൊന്നും റീപ്ലൈ തരാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്